അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൊലബുൽ ഇൽമ അക്കാഡമിയുടെ സ്പോക്കൺ ഒമാനി അറബിക്കിന്റെ ഫസ്റ്റ് ലെവലിലുള്ള ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് പ്രൊനൗൺസിയേഷൻ ആണ്. എന്താണ് പ്രൊനൗൺസിയേഷൻ? ഉച്ചാരണം. നമ്മൾ ഈ അറബിക് ലെറ്റേഴ്സിന്റെ ഉച്ചാരണമാണ് നോക്കുന്നത്. അവയുടെ പേരല്ല, ഉച്ചാരണം. അതായത് ഇപ്പോൾ എ ബി സി ഡി, ഇത് എ ബി സി ഡി എന്നത് ഈ ലെറ്റേഴ്സിന്റെ പേരാണ്. പക്ഷെ ഇതിന്റെ ഉച്ചാരണം എന്താ? അ ബ സ ഡ. ഇത് ക എന്ന് പറയും, ഞാൻ സ എന്നാണ് സാധാരണ പറയാറ്. അ ബ സ ഡ. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതിന്റെ ശരിക്കുള്ള പേര് അലിഫ്, ഇത് ബ, ഇത് ത. പക്ഷെ നമ്മളിത് ഇവിടെ പഠിക്കുന്നില്ല. നമ്മളത് കുറച്ച് ലൈറ്റ് ആക്കിയിട്ടാണ് ലെറ്റേഴ്സ് പഠിക്കുന്നത്. കാരണം ലെറ്റേഴ്സ് ആദ്യം തന്നെ പഠിച്ചാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം അറബിക് ലെറ്റേഴ്സ് സാധാ ലെറ്റേഴ്സ് പോലെയല്ല. അറബിക് ലെറ്റേഴ്സ് ജോയിന്റ് ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇപ്പോൾ ഒരക്ഷരം ബ, ഇത് ഫസ്റ്റ് നിൽക്കുമ്പോൾ, ഫസ്റ്റ് അക്ഷരത്തിന് മുമ്പിൽ വരുമ്പോൾ, ഒരു വേർഡിന്റെ മുമ്പിൽ വരുമ്പോൾ, ഫസ്റ്റ് വരുമ്പോൾ ഈ രൂപത്തിലായിരിക്കും. നടുക്ക് വരുമ്പോൾ ഈ രൂപത്തിലായിരിക്കും. ഈ രൂപത്തിൽ. ലാസ്റ്റ് വരുമ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാകാൻ. അപ്പോൾ ഓരോ ലെറ്റേഴ്സിനും 3 ഫോം ഉണ്ട്. അപ്പോൾ അത് ഒറ്റയടിക്ക് പഠിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ടഫായിട്ട് തോന്നും, തീരെ അറബി അറിയാത്തവർക്ക്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇതിന്റെ ഉച്ചാരണം ആദ്യം പഠിച്ചു വെക്കുക. പിന്നെ ലെറ്റേഴ്സ് പതുക്കെ പഠിക്കാം, അത് പ്രശ്നമില്ല. കാരണം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്പോക്കൺ അറബിയാണല്ലോ. അതുകൊണ്ട് തന്നെ അക്ഷരം അധികം അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആദ്യം തന്നെ പഠിക്കണമെന്നില്ല. അപ്പൊ ഇതിന്റെ ഉച്ചാരണം നമുക്ക് നോക്കാം. ഇതാണ് അ. അ സാധാ മലയാളത്തിലെ അ. ഇതാണ് ആ. അ ആ. ഇതാണ് ബ. ബ ഇത് ഉച്ചരിക്കാൻ ബ എന്നാണ്. ബ. അ ആ ബ. നിങ്ങൾ ഇത് നോക്കിയാലും മതി, ഇംഗ്ലീഷ് വേർഡ്സ് നോക്കിയാലും മതി, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നോക്കിയാലും മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ത. ത ത ഇത് ത. ഇത് കുറച്ച് അത്ര ഹെവി ഒന്നല്ല, ഇത് നോർമൽ ലെറ്റർ ആണ്. ത. ഇതിന്റെ തന്നെ വേറൊരു വേർഷൻ ഉണ്ട്, അതായത് ത്വ. ഇത് വേറെ തന്നെ ഒരു ലെറ്റർ ആണ്. ഇതിന്റെ പേരാണ് ത്വ. കുറച്ച് ഹെവി ആയിട്ടാണ്, നിങ്ങളെ വായിൽ കുറച്ച് എയർ ഉണ്ടാവും. ത്വ ഹെവി ആയിട്ട് ഉച്ചരിക്കുന്നത് കൊണ്ട് തന്നെ, അതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ ടി നൽകിയതും ഇവിടെ സ്മോൾ ടി നൽകിയതും. അപ്പൊ ഇത് ത സാധാ. ഇത് പറയുമ്പോൾ നിങ്ങളെ മുഖത്ത് ചെറിയ സ്മൈലി ആയിട്ട് ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, ത. പക്ഷെ ഇത് ത്വ. ഓക്കെ. ഈ ഖത്തർ ഉണ്ടല്ലോ, ഖത്തർ, ശരിക്കും ഉച്ചാരണം ഖത്തർ എന്നാണ്. ഖത്തർ ഖത്തർ. ഖത്തറിന് കാഫ് ത്വ റായാണ്. ഖത്തറിലുള്ള ത്വയാണ് ഇത്, ഖത്തർ. ഇത് സാധാ ത്വ. ഇനി അടുത്തതാണ് സ. സ സ. ഇത് മലയാളികൾക്ക് എത്ര ഉച്ചരിക്കാൻ കുറച്ച് ടഫായിരിക്കും, പക്ഷെ പ്രശ്നമില്ല. സ അതായത് നാവിന്റെ മുൻവശം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം, നാവിന്റെ മുൻവശം മേൽപ്പല്ലിന്റെ അടിയിലായിരിക്കണം. അതായത് സ. പല്ലിന്റെ മേൽപ്പല്ലുണ്ടല്ലോ, മേലെയുള്ള പല്ല്, മുമ്പിലെ ഇൻസിസസ് എന്ന് പറയുന്ന പല്ലുണ്ടല്ലോ, അതിന്റെ താഴത്തായിരിക്കണം നാവിന്റെ മുൻവശം. സ സ. അതായത് നാവ് കുറച്ചും കൂടി പുറത്ത് കാണിക്കുന്ന രൂപത്തിൽ വെക്കാം. സ. നിങ്ങളെ കൈപ്പത്തി മുമ്പിൽ വെച്ചാൽ, വായിന്റെ മുമ്പിൽ വെച്ചാൽ സ, ഒരു കാറ്റ് വീശുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ്? സ സ. പറഞ്ഞു നോക്കിയ സ സ സ. ഓക്കെ. അപ്പൊ ആ ആ ബ ത സ സ. എന്തായാലും ഒരു എയർ പുറത്തേക്ക് പോകണം, എന്നാലും അത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ സ സ. പിന്നെ അടുത്തതാണ് ജ, അല്ലെ ഗ എന്നും കൂടിയും ഇത് ഉച്ചരിക്കാറുണ്ടോ മലയാളി? ജ അല്ലെ ഗ. ഓക്കെ. ജ അല്ലെങ്കിൽ ഗ, രണ്ടു തരത്തിലും ഉച്ചരിക്കും. അത് ഓരോ വേർഡ്സിന് ഓരോ രീതിയിലാണ് ഉച്ചരിക്കുന്നത് അവര്. അപ്പൊ അടുത്തതാണ് ഹ. ഹ. ഇതാണ് ഹ. ഇത് കുറച്ച് ഹെവി ലെറ്റർ ആണ്. ഹ ഹ. അതായത് തൊണ്ടന്റെ കോളർ ബോൺ ഉണ്ടല്ലോ, അവിടെ നിന്ന് വരണം.
ലോവർ നെക്കിൽ നിന്ന് വരേണ്ട സൗണ്ടാണ് ഹാക്കുള്ളത്. ഹ ഹ ഹ. കുറച്ച് ഇതൊരു ഹെവി ലെറ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നിങ്ങൾ സ്ട്രെസ് എടുത്തിട്ട് പറയേണ്ടി വരും. ഹ. ഇതേപോലത്തെ വേറൊരു ലെറ്റർ ഉണ്ട്, ഇതേ ഉച്ചാരണമുള്ള, പക്ഷെ അത്ര സ്ട്രെസ് കൊടുക്കാണ്ടാത്ത ഒരു വേർഡാണ്, ഒരു ലെറ്റർ ആണ് ഇത്. ഹ ഹ. സാധാ ഹ. ഇത് രണ്ടും ഒന്നാണ്, ഒരേ ലെറ്റർ ആണ്. ഇത് എഴുതുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അറബിക് ലെറ്ററിന് 3 വേർഷൻ ഉണ്ട്. അതായത് ഓരോ ഭാഗത്ത്, അതായത് ഒരു വേർഡിന്റെ മുൻവശത്ത് വരുമ്പോ ഒരു വേർഡിന്റെ മുൻവശം എന്താ ബൈത്ത്, ഈ സമയത്ത് ഇത് മുൻവശത്ത് വന്നപ്പോ ബാക്കി ഈ ഫോമാണുള്ളത്. ഇനി ഏതെങ്കിലും വേർഡിന്റെ നടുക്കാണെങ്കിൽ ബാക്കി ഈ ഫോം ആയിരിക്കും. ഓക്കെ. ഇനി ഏതെങ്കിലും വേർഡിന്റെ ഏറ്റവും ലാസ്റ്റ് ആണെങ്കിൽ ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ അതെങ്ങനെ ഇതാക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഹ. ഇത് സാധാ ഹ. ഹ. ഇത് 2 രീതിയിൽ എഴുതാട്ടാ. ഇത് ലാസ്റ്റ് വരുമ്പോൾ, ഫോമിന് ലാസ്റ്റ് വരുമ്പോഴാണ് ഇങ്ങനെ എഴുതുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ അത് പഠിച്ചു. എന്തൊക്കെ പഠിച്ചത് ഇപ്പോൾ? അ, ആ, ബ, ത, സ, 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 ജ അല്ലെങ്കിൽ ഗ. ഇത് ഹ ഹ. അടുത്തതാണ് ഹ ഹ. അതും തൊണ്ടന്റെ കുറച്ച് ബാക്കോട്ടെന്ന് വരേണ്ട ഒച്ചയാണ്. ഹ ഹ. അധികം ഇതാക്കാൻ നിൽക്കണ്ട, പക്ഷെ ആ ഒരു ഉച്ചാരണം വേണം. ഹ. കായല്ല, ഹ അല്ല, ഹ ഹ. ഈ ഒരു ഒച്ച ഉണ്ടല്ലോ, ഈ ഒരു ശബ്ദം, അതാണ് വരേണ്ടത്. ഹ ഹ. ഓക്കെ. അടുത്തതാണ് ദ. ഇതാണ് ദ, സാധാ ദ. ദ. ഇതേപോലത്തെ വേറൊരു, ഇതേ സ്ഥലത്ത് മഖ്റജ്, അതായത് പ്രൊനൗൺസ് ചെയ്യേണ്ട വേറൊരു ലെറ്റർ ആണ് ദ്വ. ദ്വ ദ്വ. ഇതിന് എച്ച് ഇല്ല, സോറി. ഇതാണ് ദ്വ 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 ദ്വ. എങ്ങനെയാണ്? ദ്വ. നിങ്ങളിത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദ്വാന്ന് ഉച്ചരിച്ചാൽ മതി. ദ്വ ദ്വ. മനസ്സിലായ? കാരണം അറബിയിൽ അധിക അറബികളും ഇത് ലോ ആക്കിയിട്ട് തന്നെയാണ് ഉച്ചരിക്കാറ്, ലോ. പക്ഷെ ശരിയായ ഉച്ചാരണം ലോ എന്നാണ്. ഓക്കെ. അടുത്ത ലെറ്റർ ആണ് ഇത് സായല്ല, സെഡ് അല്ല. ഇതിന്റെ ഉച്ചാരണം വരുന്നത് നേരത്തെ നമ്മള് സാ പറഞ്ഞില്ലേ, സാ എങ്ങനെയായിരുന്നു? നാവിന്റെ മുൻവശം മേൽപ്പല്ലിന്റെ താഴത്ത് വരുമ്പോ ഒരു കാറ്റ് പുറത്തേക്ക് വരണം. സ സ. അതേ സ്ഥലം തന്നെയാണ് ഇതും. അതേ സ്ഥലത്ത് നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ് ഇതും. പറഞ്ഞോക്കെ. ഇത് സ, ഇത് മനസ്സിലായോ? അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഒരു അക്ഷരം പറഞ്ഞിരുന്നു ല. അതിന്റെ കറക്റ്റ് ഷേപ്പ് ഇതാണ് നാവ്. നാവ് മേലെ പല്ല് തട്ടാൻ പാടില്ല, പക്ഷെ പല്ലിന്റെ മുമ്പേയുള്ള ഭാഗം ഉണ്ടല്ലോ, മേലെയുള്ള ഭാഗം, അവിടെ ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി വെക്കണം. ലോ ലോ. ഇത് അറബിയിൽ ഏറ്റവും ടഫായിട്ടുള്ള ലെറ്ററാണ്. ഇത് ഉച്ചരിക്കാൻ വളരെ ടഫാണ്. അറബികൾക്ക് പോലും ഇത് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാറില്ല. അവര് ലോ എന്ന് തന്നെയാണ് പറയാറ്. ലോ. ഇത് ലോ എന്നാണ് ഇതിന്റെ ശരിയായ ഉച്ചാരണം. അറബി ഭാഷ അറിയപ്പെടുന്നത് തന്നെ ദ ലാംഗ്വേജ് ഓഫ് ബോത്ത് എന്നാണ്. ബോത്ത്. അപ്പൊ അതങ്ങനെയാണ്. നമുക്ക് ബാക്കിയുള്ള ലെറ്റേഴ്സ് നോക്കാം. ഖ കഴിഞ്ഞു,
ദ, ദ. ഇനി അടുത്തതാണ് റോ. റോ, റോ. മലയാളത്തിൽ റ ഇല്ലേ, അതേപോലെ തന്നെയാണ്, ഏകദേശം അതുപോലെയാണ്. റോഷിദ്, റോഷിദ്. റോ, ആ ഒരു ഉണ്ടല്ലോ, അത് തന്നെയാണ് വേണ്ടത്. റോ, റോ. ഓക്കെ, റോ. അടുത്തതാണ് ല. ല, സാധാ എല്ലാവർക്കും പറയുന്ന ല, നോർമൽ ല. ഇത് സ, സാധാ അത്ര സ്ട്രെസ് ഒന്നും കൊടുക്കണ്ട. സ, സാധാ നോർമൽ സ. അതായത് നേരത്തെ ഞാൻ ഈ താ പറഞ്ഞിരുന്നില്ലേ, താ പറഞ്ഞപ്പോൾ നിങ്ങളൊരു മുഖത്തിലൊരു ഒരു സ്മൈലി എക്സ്പ്രഷൻ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെ സ. പക്ഷെ അതേപോലെ തന്നെ അതേ ഒരു സൗണ്ട് വരുന്ന ഒരു വേറൊരു ലെറ്റർ ആണ് സ്വ. ഇതിന്റെ ഉച്ചാരണം എങ്ങനെയാണ് വരുന്നത്? സ്വ. ഇത് ഹെവി ലെറ്റർ ആണ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹെവി ലെറ്റർ ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് സ, ഇത് സ്വ. സ, സ്വ. എന്നോട് പറഞ്ഞ സ, സ്വ. അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മള്? അ, ആ, ബ, ത, സ, 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 ജ അല്ലെങ്കിൽ ഗ, ഹ, ഹ, ഹ. കുറച്ച് ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ടതാണ്. ഈ ക്യാപിറ്റൽ ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹെവി ലെറ്റർ ആയിട്ടാണ്. അപ്പൊ നിങ്ങളത് കണ്ടാൽ മനസ്സിലാക്കണം. ഇത് ഹ, ഇത് ദ, ഇത് റ. ഇതിന്റെ അതേ സെയിം പൊസിഷൻ തന്നെ. റ, റ. ഇത് റ, റ. ഇത് ല, ഇത് സ. ഇതാണ് ഷ, ഷ. ഇത് രണ്ടും ഒരേപോലെ ഉണ്ടാവും, പക്ഷെ ഇതിന് 3 ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഷ, ഇത് സ, സ, സ. ഓക്കെ. അടുത്തതാണ് സ്വ. അതായത് സ, സ്വ. ഇത് ഹെവി ലെറ്റർ ആണ്, ഇത് നോർമൽ ലെറ്റർ ആണ്. അടുത്തതാണ് ല. ല. നിങ്ങൾക്ക് വളരെ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ല എന്ന് പറഞ്ഞാൽ മതി. ല, 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 ല. ഓക്കെ, ല. അതായത് പല്ലിന്റെ മേലെയുള്ള ഭാഗം ഉണ്ടല്ലോ, മോണയുടെ മേലെയുള്ള ഭാഗം, മേൽപ്പല്ലിന്റെ മോണയുടെ മേലെയുള്ള ഭാഗം, അവിടെ ചുണ്ട് തട്ടിച്ച് പറഞ്ഞാൽ മതി ലോ. അതായത് ഈ ദാക്കും ലോക്കും ഒരേ സ്ഥലത്ത് നിന്നാണ് ഈ ഉച്ചാരണം വരുന്നത്. ദ, ലോ, ദ, ലോ. അടുത്തതാണ് ത്വ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇത് ത, ഇത് ത്വ, ഖത്വർ. ഓക്കെ. അടുത്തതാണ് ലോ. ലോ, ലോ. ഇതും ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുറെ അറബികൾ ചില കബീലകളിലുള്ള അറബികൾ, അതായത് ചില ഗോത്രങ്ങളിലുള്ള അറബികൾ ഈ ലെറ്ററും ഒരേപോലെയാണ് ഉച്ചരിക്കാറ്. അതായത് പൊതുവെ അറബികൾ ഉച്ചരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് സംസാര ഭാഷയിൽ. ലോ, ലോ. ഇത് കുറച്ചും കൂടി ഇതാണ് ലോ, ഇത് ലോ. ഇത് കുറച്ചും കൂടി നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്ന റൂൾ ഉണ്ടല്ലോ, അത് സ, അതുപോലെ തന്നെ സ. അതായത് നാവിന്റെ മുൻവശം മേൽപ്പല്ലിന്റെ അടിയിൽ വരണം. ലോ, 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 ലോ. ഈ അക്ഷരം തന്നെയാണ് ഈ അബുദാബി എന്ന് പറയുന്നില്ല. അബുദാബി എന്ന് പറയുന്നില്ല, ശരിക്കും അത് അബുദാബിയാണ്. അബുദാബി, അബുദാബി പറഞ്ഞോക്കെ. അതായത് നാവിന്റെ മുൻവശം മേൽപ്പല്ലിന്റെ അടിയിൽ വരണം. ലോ, കുറച്ചും കൂടി പുറത്ത് വരണം എന്നതാണ് ലോ. അബുദാബി. ഇതെന്തായിരുന്നു? ലോദ്, 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 ലോദ്. സോറി, അതിന്റെ പേരാണ് ലോദ്. ഇത് ഉച്ചാരണം ലോ, ലോ, ഇത് ലോ, ലോ, ലോ. ഓക്കെ. ഇതാണ് അറബി, അറബി. അതായത് ഈ ഒരു ഉച്ചാരണമാണ് വേണ്ടത്. തൊണ്ടന്റെ കുറച്ച് ഉള്ളിൽ നിന്ന് വരേണ്ട ഉച്ചാരണമാണ്. അല്ല ഓക്കെ. ഒമാൻ, ഒമാൻ അല്ല, ഒമാൻ, ഒമാൻ, ഒമാൻ. ഇതാണ് ഉച്ചാരണം. എന്താണ്? ഒന്ന് പറഞ്ഞു നോക്കിയ. അതായത് തൊണ്ടന്റെ കുറച്ച് ഉള്ളിൽ നിന്ന് വരേണ്ട ഉച്ചാരണമാണ്. അടുത്തതാണ്
ഘ ഘ. ഇത് ഗാ പോലെയാണ്, കുറച്ചൊരു ഗായായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടെങ്കിലും ഗായല്ല ഇത്. ഘ ഘ ഘ. ഇത് രണ്ടും തൊണ്ടന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഉച്ചാരണമാണ്. ഒരേ സ്ഥലത്തു നിന്നല്ല, ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് ഇതിന്റെ ഉച്ചാരണം വരുന്നത്. ഘ ഘ ഘ. ഓക്കെ. ഘാബി പറഞ്ഞോക്കെ. ഘാബി. ഇതെന്തായിരുന്നു? ആ ആ അറബി ഒമാൻ. അറബി ഒമാൻ. ഘാബി ഘാബി. മഗ്ലൂബി. ഘ ഘ. ഓക്കെ. ഇത് ഘ, ഇത് അ ആ ആ. അടുത്തതാണ് ഫ. ഇത് സദാ ഫ, എഫ്, ഫ. ആ ഒരു രീതിയിലാണ് ഇത് ഉച്ചരിക്കുന്നത്. ഫ. ഓക്കെ. ഇതാണ് കോ കോ. കായല്ല, സാധാ മലയാളത്തിലെ കായല്ല. കോ കോ കോ. ഒമാന്റെ ആദ്യത്തെ രാജാവിന്റെ പേരെന്തായിരുന്നു? സുൽത്താന്റെ പേരെന്തായിരുന്നു? സുൽത്താൻ കോബൂസ്. കോബൂസ്. സുൽത്താൻ കോബൂസ്. മസ്ജിദ് അൽ കോബൂസ്. കൊ കൊ കൊൽബ്. കൊൽബ്. കൊ കൊ. അതായത് ഈ അപ്പൊ ഇതാണ് കൊ ഒ. കൊ കൽബ് എന്ന് വെച്ചാൽ ഇതിന്റെ താഴത്തുള്ള ലെറ്റർ ഉണ്ടല്ലോ, ഹൃദയം എന്നാണ്. പക്ഷെ കെൽബ് എന്ന് വെച്ചാൽ സാധാ മലയാളത്തിലെ കയല്ലേ, അതിന്റെ അർത്ഥം നായി എന്നാ. എന്ന് പറയുന്നത് നായി, ഡോഗ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ അതിന്റെ അർത്ഥം ഒരു സിമിലാരിറ്റി, അതുകൊണ്ട് തന്നെ ഇത് മാറിപ്പോകരുത്. ഇത് പ്രൊനൗൺസിയേഷൻ മാറിപ്പോയത് കൽബ്, ഹൃദയം രണ്ടും ഒരേപോലെ ഉണ്ട്. ഡോഗ് ഹൃദയം, അതുകൊണ്ട് ഇത് രണ്ടും മാറിപ്പോകരുത്. ഇത് കെൽബ് എന്ന് വെച്ചാൽ കെൽബ് എന്ന് വെച്ചാൽ ഇത് ഡോഗ് എന്നാണ്. അപ്പം വലിയ അർത്ഥ വ്യത്യാസം ഉണ്ടാകും, അതുകൊണ്ട് ഇത് രണ്ടും മാറിപ്പോകരുത്. ഓക്കെ. ഇത് അടുത്തതാണ് വ, സോറി മ. ഇതാണ് മ. സാധാ മലയാളത്തിലെ മാ തന്നെയാണ് ഇത്. മ, ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. മ. അടുത്തതാണ് ഞ. ഞ മ. ഇതാണ് ഹ. ഇത് രണ്ടും ഒന്നാണ്, ഒരേ അക്ഷരം തന്നെയാണ്, പക്ഷെ രണ്ട് രീതിയിൽ എഴുതാം. ഹ. ഓക്കെ. ഹ, സാധാ ഹ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഹ ഹ, അത് ഹെവിയാണ്. ഇത് സാധാ ഹ. അടുത്തതാണ് വ, ഡബ്ല്യു എ. അതായത് ഇവിടെ തെറ്റിപ്പോയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഡബ്ല്യു എ ആണ് വ. വ വ വ. ആ ഇതിന്റെ ആണ് ഉച്ചരിക്കുന്നത് വ. അന്ന് യ. യ യ. ഇംഗ്ലീഷിലെ യ തന്നെ. ഇത് വേറെ രീതിയിലും ഉച്ചരിക്കും. ഇതൊരു അക്ഷരത്തിന് ശേഷം, അതായത് ഈ എന്നുള്ള രീതിയിലും ഇത് ഉച്ചരിക്കാറുണ്ട്. ഈ. അതുപോലെ തന്നെ വ ഊ എന്നുള്ള രീതിയിലും ഉച്ചരിക്കാറുണ്ട്. അത് ഓരോ സന്ദർഭത്തിലാണ്. അത് ഞാൻ പഠിപ്പിച്ചു തരും. കുറച്ച് അങ്ങോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഊ ഈ. ഓക്കെ. അപ്പൊ ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ആ ആ ബ ത സ സ സ. ഞാൻ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന വേർഡ്സ് ഞാൻ പ്രൊനൗൺസിയേഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ സ സ സ. പിന്നെ ജ അല്ലെ ഗ. അടുത്തതാണ് ഹ ഹ. മുഹമ്മദ്. മുഹമ്മദ്. മുഹമ്മദ് അല്ല, മുഹമ്മദ്. അതാണ് ഹ. ഓക്കെ. ആ ഹ ആണ് ഇത്. ഹ ഹ. അടുത്തതാണ് ഹ ഹ. ദ ദ ദ ദ ദ ദ ദ ദ. ഇത് സായല്ല, ദ ദ. സായും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സ. ഈ സായും ഈ സായും ഒരേപോലെയാണ്. ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു? രണ്ടിനും പ്രത്യേകത എന്തായിരുന്നു? മുൻവശം, നാവിന്റെ മുൻവശം മേൽപ്പല്ലിന്റെ അടിയിൽ വരണം, കുറച്ചും കൂടി പുറത്ത് വരുന്ന രീതിയിൽ. സ സ. അടുത്തതാണ് റ ല സ സ സ ഷ സ്വ. ഇത് സ, ഇത് സ്വ.
ഇതാണ് ലോ 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 ലോ. അതായത് ദാന്റെ അതേ ഏരിയയിൽ നിന്നാണ് ഇതിന്റെയും ഉച്ചാരണം. ഉച്ചരിക്കാം ലോ, ഇത് ദ ദ ലോ. ഇതാണ് ത്വ കത്വർ കത്വർ ത്വ ത്വ. ഇത് ത ഇത് ത്വ. ഇതാണ് ല ല ല ല ല ല ല ല. അതായത് ഈ സ ദ അതേപോലെ തന്നെയാണ് ഈ ലോയും. മൂന്നും ഒരേ സ്ഥലത്തു നിന്നാണ് ഉച്ചാരണം. ല ല. അടുത്തതാണ് തൊണ്ട ഒന്ന് സ്ക്യൂസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. നിങ്ങളെ തൊണ്ട ഒന്ന് ഇങ്ങനെ ഒന്ന് നെരുങ്ങുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതാണ് രണ്ടും മാറിപ്പോരുത്. ഇതിന് ഡോട്ട് ഉണ്ട്, ഇതിന് ഡോട്ട് ഇല്ലാത്തതാണ്. ഇതാണ് ഒമാൻ അറബി. ഇത് ഗായിബ്. ഇതാണ് ഫ. ഇത് ഖൽബ്. ഖൽബിന്റെ ഖ ഖ ഖ കുറച്ചും കൂടി ഡീപ്പ് എന്ന് പറഞ്ഞു. ഖ ഖ ഖ. ഇത് ക. ഇത് രണ്ടും മാറിപ്പോറുതെ. ഖ ക ഖ ക. ഓക്കെ. അടുത്തതാണ് മ ഞ ഹ വ. അല്ലെങ്കിൽ ഇത് ഊന്നും വരാറുണ്ട്. അതുപോലെ ഇത് യ, അത് ഈ എന്നുള്ള ഉച്ചാരണത്തിലും വരാറുണ്ട്. അതായത് ഇത് 3 വവ്വൽസ് ആണ്. ഈ ആ വ സോറി യ, ഇത് 3 വവ്വൽസ് ആണ്. ആ ഇ ഉ. മനസ്സിലായ? ആ ഈ ഉ. നിങ്ങളിതൊന്നും ഇപ്പം വലിയ കാര്യമായിട്ട് നോക്കണ്ട, ഞാൻ എന്തായാലും അത് പിന്നീട് പഠിപ്പിച്ചു തരും. ഇനി അടുത്തത് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. സഗീർ. ഇതേത് അക്ഷരം? ഞാൻ അതാ പറഞ്ഞത്, അറബി 3 ഫോമിലുണ്ട്. നിങ്ങൾക്ക് ഈ അക്ഷരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ അക്ഷരമില്ല അത് കൂട്ടി ഒരു വേർഡിന്റെ നടുക്ക് വരുമ്പോ ഇങ്ങനെയാ ഉണ്ടാവാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെറ്റർ ആദ്യം തന്നെ പഠിക്കേണ്ടതെന്ന്. മനസ്സിലായ? അത് കണ്ട, ഈ ലെറ്റർ ആണത്. സ്വ. ഇത് സ്വ. വലിയ എസ് ഇല്ലേ? സ്വ സ്വ ഇത് വെറുതെ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഇത് നോക്കാൻ നിൽക്കണ്ട, അറബി നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം നോക്കിയാൽ മതി. സ്വഗീർ സ്വഗീർ. ഈ ആ ഇല്ലേ, ഈ ആയാണ് ഇവിടെ ഉള്ളത്. ഈ റാന്റെ മുമ്പിലുള്ള ഈ 2 ഡോട്ട് കണ്ട, അത് ഈ ആയാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ എന്ന് വരുമെന്ന്. അതാണിത്. സഗീർ സഗീർ പറഞ്ഞ സഗീർ. സഗീർ എന്ന് വെച്ചാൽ ചെറുത് എന്നാണ്. ഇതൊന്നും ഇപ്പൊ എഴുതിയെടുക്കണമെന്നില്ല, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സഗീർ. ഇതാണ് കബീർ. കബീർ. അതായത് ഈ അക്ഷരം ഉണ്ടല്ലോ, ഈ അക്ഷരം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഇതേത് അക്ഷരം എന്ന് വെച്ചാൽ ഈ ക ഉണ്ടല്ലോ, ക തന്നെയാണത്. കാന്റെ വേറൊരു ഫോമാണിത്. കബീർ കബീർ കബീർ. സഗീർ കബീർ. ഇവിടെ മാത്രം നോക്കിയാൽ മതി, ഇംഗ്ലീഷ് മാത്രം നോക്കിയാൽ മതി. സഗീർ കബീർ. അടുത്തതാണ് ഒമാൻ. ഒമാൻ ഒമാൻ ഒമാൻ. ഒമാൻ ഒമാൻ ഒമാൻ. ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് പ്രാവശ്യം ഒമാൻ എന്ന് പറഞ്ഞിരുന്നില്ല, അത് തെറ്റായിരുന്നു. അത് ആയിട്ട് ഉച്ചരിച്ചതാണ്, അത് തെറ്റാണ്. ഇത് ഒമാൻ 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 ഒമാൻ. ഒമാൻ അല്ല, ഒമാൻ. അടുത്തതാണ് മുഹമ്മദ്. മുഹമ്മദ്. ഈ എച്ച് കണ്ടില്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇതാണ് ഈ സാധനം, എച്ച്. മുഹമ്മദ്. അത് നടുക്ക് വരുമ്പോ ഇങ്ങനെയാവും. മുഹമ്മദ് മുഹമ്മദ്. നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് അധികം പേടിക്കാൻ നിൽക്കണ്ട. ഇതെല്ലാം നമ്മൾ വയ്യെ പഠിക്കും. ഈ നടുക്ക് വരുന്നതും ലാസ്റ്റ് വരുന്നതും ഒക്കെ വയ്യെ പഠിക്കും. അതൊന്നും വിചാരിച്ച് അറബി ഹാർഡാന്ന് വിചാരിക്കണ്ട. അറബി വളരെ ഈസിയാണ്. അടുത്തതാണ് ഖലാസ്. നിങ്ങളിപ്പോ ഇത് മാത്രം നോക്കിയാൽ മതി. നേരത്തെ നമ്മൾ ഇംഗ്ലീഷിൽ വേർഡ്സ് പറഞ്ഞു തന്നിരുന്നില്ല,
അത് മാത്രം നോക്കിയത്. ഇത് ഖലാസ്. ഇത് ഹെവി ലെറ്റർ ആണ്, അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തത്. ഖലാസ് ഖലാസ്. അടുത്താണ് അരീദ്, യരീദ്, തഅബാൻ തഅബാൻ. ഈ അതിന് ഞാൻ പ്രത്യേകിച്ച് ലെറ്റർ ഒന്നും കൊടുത്തിട്ടില്ല, ഒരു ഇതാ കൊടുത്തത് കോളം. അപ്പൊ അതിന് പ്രത്യേകിച്ച് ലെറ്റർ ഒന്നുമില്ല. സാധാരണ ഇങ്ങനെയാണ് അറബി കൊടുക്കാറ്. അതായത് ഒരു അറബി അറബി മനസ്സിലായ? ഇങ്ങനെ അറബി ഇതാണ് അതായത്. ഓക്കെ, മനസ്സിലായില്ലേ? ഖലാസ്, അരീദ്, യരീദ്, തഅബാൻ. ഐനാണ് ഇത് ഇവിടെ വരുന്നത്. ആ ഉച്ചാരണമാണ് ഇവിടെ വരുന്നത്. തഅബാൻ 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 തഅബാൻ. അതുപോലെ തന്നെ ഇവിടെയും അത് തന്നെയാണ് വരുന്നത്. ഞാൻ 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 ഞാൻ. അടുത്തതാണ് വെയിൻ വെയിൻ വെയിൻ. ഓക്കെ, ഇത് കുറച്ചും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ബഹ്ല ബഹ്ല. ഇത് സ്മോൾ ലെറ്റർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ അല്ല. അതുകൊണ്ട് തന്നെ എന്താ ബഹ്ല, സാധാ പറയുന്ന പോലെ പറഞ്ഞാൽ മതി, ബഹ്ല. അടുത്തതാണ് മുഷ്കില മുഷ്കില മുഷ്കില. മത്തോർ മത്തോർ ഹെവി ലെറ്റർ ആണ്. മത്തോർ മത്തോർ. അടുത്തതാണ് ഖത്തർ 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 ഹെവി ലെറ്റർ ആണ്. ഖത്തർ. ഓക്കെ, ഖത്തർ ഖത്തോർ. ഖത്തർ എന്ന് വെച്ചാൽ രാജ്യമാണ്. ഖത്തോർ എന്ന് വെച്ചാൽ എന്താണ്? ട്രെയിനാണ്. ഖത്തോർ. മത്തോർ എന്താ? മത്തോർ എയർപോർട്ട്. ഖത്തോർ ട്രെയിൻ. ഖത്തർ രാജ്യം. ഖബീർ ഖബീർ. ഇതൊക്കെയാണ്. ഖായാണിത്. ഖബീർ. ഇതാണ് ഗൈർ ഗൈർ. ഇത് ഖായാണ്. ഖ നമ്മൾ പഠിപ്പിച്ചില്ല. ഖ എവിടെ? ഖ എവിടെ? ഈ ഖ അതാണ് അവിടെ ഉള്ളത്. ഗൈർ. ഫഹം ഫഹം ഹെവി ലെറ്റർ ആണ്. ഫഹം ഫഹം. അതാണ് ഷുഗൽ ഷുഗൽ ഷുഗൽ. ഈ ലെറ്റർ നോക്കണം. ഷുഗൽ ഷുഗൽ. ഷുഗൽ എന്ന് വെച്ചാൽ എന്താ? വർക്ക്, പണി, ജോലി. അതാണ് ഷുഗൽ എന്ന് പറയുന്നത്. ഷുഗൽ. ഫഹം. ഇത് ഫഹം. ഇത് ഫഹം ഫഹം. ഇത് ഇത് ഹെവി ലെറ്റർ ആണ്. ഫഹം. ഇത് ഫഹം. ഓക്കെ, ഇത് ഗാബി ഗാബി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും ബാക്കി കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് വെറും പ്രൊനൗൺസിയേഷൻ മാത്രമായിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി, സംശയം തീർക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.